ഞാനാണോ നിങ്ങളാണോ വീട്ടുതരം കല്ല് വെച്ചിരിക്കുന്നത് മോചിപ്പിക്കണമെന്ന് പറയാന്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അകത്താണോ അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുന്നത് മോചിപ്പിക്കണമെന്ന് പറയാൻ? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ തടങ്കലിലാണ് അദ്ദേഹം കിടക്കുന്നത്. നമ്മൾ ആരും പിടിച്ചുകൊണ്ടുപോയിട്ടതല്ല. അത് അതിന്റേതായ രൂപത്തിൽ നീങ്ങുമ്പോൾ വിചാരണയ്ക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷം കെട്ടാൻ ശ്രമിച്ചതിന്റെ ബാക്കിപത്രമാണ് 8 കൊല്ലമായി ആ വിചാരണ തീരാത്തത് എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, സുപ്രീം കോടതിയിൽ മുഴുവൻ RSSകാരാ, സുപ്രീം കോടതി മുഴുവൻ ജാമ്യം നിഷേധിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഭരണഘടനയിൽ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത 140 MLA ഒരുമിച്ച് നിന്നു എന്ന് പറയുമ്പോ ഹിന്ദു ചിന്തിക്കണ്ടേ? പ്രവർത്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നല്ലേ ഹിന്ദുവിനെ ഇത് ഓർമ്മിപ്പിക്കുന്നത്? 140 MLAയും ഒരുമിച്ചു. മദനി ജയിലിൽ കിടക്കേണ്ട ഒരു മുസൽമാനായതുകൊണ്ടാണ് എങ്കിൽ ഞാനും നിങ്ങളും പോകുമായിരുന്നു അദ്ദേഹത്തെ മോചിപ്പിക്കാൻ. കാരണം ഭാരതത്തില് മതവിശ്വാസം മറ്റൊന്നായി എന്നതിന്റെ പേരിൽ ആരും ജയിലിൽ കിടക്കാൻ പാടില്ല. ഇത് സൗദി അറേബ്യ അല്ല, ഇത് പാകിസ്ഥാനല്ല, ഇത് അഫ്ഗാനിസ്ഥാനല്ല, ഇത് ഹിന്ദുവിന്റെ ജന്മഭൂമിയാണ്. ഇവിടെ മതം വേറെ ഒന്നാണ് എന്നുള്ള കുറ്റം കൊണ്ട് ഒരുത്തനും ജയിലിൽ കിടക്കാൻ പാടില്ല, ഒരുത്തന്റെയും ജീവൻ പോവാൻ പാടില്ല. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കേട്ടുവല്ലോ, മതം മാറി എന്ന കുറ്റത്തിന് വധശിക്ഷ വിധിക്കണം എന്നുള്ള ബഹളം നമ്മൾ കണ്ടു. ഇവിടെ മതം മാറ്റം അനുവദിക്കണം എന്നാ പറയണത്. അവിടെ മതം മാറി എന്ന കാര്യത്തിന് ആ തെങ്ങായുടെ ജീവൻ കിട്ടിയത് അവിടെ എന്ത് വാദിച്ചു? അയാൾ മനോരോഗിയാണ് എന്ന് വാദിച്ചു. അങ്ങനെയാണ് ആ ജീവൻ കട്ടിച്ച് രക്ഷിക്കാൻ പറ്റിയത്. ഭാരതത്തിലത് നടക്കില്ല, നടക്കരുത്, നടന്നാൽ ഹിന്ദുവിന് അപമാനമാണ്. അതുകൊണ്ട് വെറും ഒരു മുസൽമാൻ എന്ന നിലയിലാണ് മദനിയെ ജയിലിലിട്ടതെങ്കിൽ സംശയിക്കേണ്ട, ഹിന്ദുവിന്റെ സംഘടിത രൂപം മുഴുവൻ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ആണോ? ചിന്തിക്കുക. ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്? 5 നേരം നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ സമരത്തിനൊടുവിലാണോ അദ്ദേഹം ജയിലിലെത്തിയത്? എങ്കിൽ ഞങ്ങളുണ്ട് മോചിപ്പിക്കാൻ. കാരണം ഇവിടെ എല്ലാ ആരാധനാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം. ഹിന്ദുവിനെ നമസ്കരിക്കുന്നത് പോലെ തന്നെ, ഏത്തമിടുന്നത് പോലെ തന്നെ മുസ്ലിം സഹോദരനെ നിസ്കരിക്കാനും ഈ മണ്ണിൽ സമയമുണ്ടാകണം, സന്ദർഭമുണ്ടാകണം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഒരു സംശയവുമില്ല, അത് നഷ്ടപ്പെടുന്ന ദിവസം ഭാരതം ഭാരതമല്ലാതെയായിത്തീരും. അതിനുവേണ്ടിയാണോ മദനി ജയിലിൽ കിടക്കുന്നത്? എങ്കിൽ ഈ രാഷ്ട്രീയക്കാരെക്കാൾ മുന്നിൽ, കാരണം നിങ്ങൾക്കൊക്കെ പറയാനേ പറ്റൂ, പ്രവർത്തിക്കാൻ പറ്റുന്നവരായിരിക്കുന്നത്, നിങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റൂ. പ്രവർത്തിക്കാൻ കഴിയുന്ന ഞങ്ങൾ ഇതിനു മുന്നേ പ്രവർത്തിച്ചിരുന്നു. 5 നേരം നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. ആണോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ വക്താവായാണോ അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്? നമുക്ക് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിലും നമ്മൾ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് പാവപ്പെട്ട 56 പേരെ കൊന്ന കേസിലെ പ്രതി എന്ന നിലയിലാണ്. അല്ലാതെ കേരളം മുഴുവൻ വർഗീയവാദം തീതുപ്പി നടന്നതിന്റെ പേരിലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു, പൊറുക്കാമായിരുന്നു. കാരണം ആശയ സ്വാവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ആശയ പ്രചരണ സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ നമുക്കതൊക്കെ മറക്കാമായിരുന്നു, പൊറുക്കാമായിരുന്നു. പക്ഷെ അതിനല്ല. പാവപ്പെട്ട 56 പേരെ ചുട്ടുകൊന്ന കേസില്, ഇന്ത്യയുടെ ആരാധ്യനായ ഒരു നേതാവിനെ കൊല്ലാൻ ശ്രമിച്ച കേസില് പ്രതിയായാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. നമ്മൾ ആരും പിടിച്ചു കൊടുത്തതല്ല. പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ അതേപോലെ വിചാരണ നടത്തുന്ന നീതിന്യായ സംവിധാനം. ഇവിടുത്തെ RSSകാരല്ല, വിശ്വ ഹിന്ദു പരിഷത്തുകാരല്ല ഇത് ചെയ്യുന്നത്. ന്യൂനപക്ഷ പിന്നോക്ക ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് PDPയെ പോലുള്ള സംഘടനകള് ഹിന്ദുവിലെ അവർണ വിഭാഗം ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് ഉച്ചൈസ്തരത്തിൽ മുദ്രാവാക്യം മുഴക്കുമ്പോ നിങ്ങളൊന്ന് ഓർക്കുക, ആ കോയമ്പത്തൂര് പൊട്ടിത്തെറിച്ചത് മുഴുവൻ നിങ്ങൾ ഈ സ്നേഹിച്ചോമനിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളിൽ അവർണ സഹോദരന്മാർ തന്നെയാണ്. മുഴുവൻ പാവപ്പെട്ട ജനങ്ങളാണ് ആ കോയമ്പത്തൂര് മരിച്ചത്. മദനിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവനവന്റെ കുടുംബം പുലർത്താൻ വേണ്ടി റോട്ട് വക്കത്തിരുന്ന് മുല്ലയും ജമന്തിയും വിറ്റിരുന്ന പാവപ്പെട്ട തമിഴത്തെ സ്ത്രീകൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ഒരു നേരത്തെ അരിക്ക് വേണ്ടി കണ്ടവന്റെ മലവും മൂത്രവും കോരിയിരുന്ന കോയമ്പത്തൂരിലെ നേഴ്സുമാർക്ക് ജീവിക്കാൻ അവകാശമില്ലേ? മനുഷ്യാവകാശമില്ലേ? ഇതൊന്നും സംരക്ഷിക്കാതെ മദനിയുടെ അവകാശത്തിന് വേണ്ടി മാത്രം നമ്മുടെ രാഷ്ട്രീയക്കാർ വാദിക്കുന്നു. എന്തുകൊണ്ട്? അതാത് സമയങ്ങളിൽ ഹിന്ദുവിന് ഇവരെ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്.